നിതിൻ ഗഡ്കരി പറഞ്ഞോളൂ. ഇവിടെ പ്രകാശ് ജാവദേക്കർ എന്ന് പറയുന്ന ആൾ ബി.ജെ.പിയുടെ കേന്ദ്രമന്ത്രിയല്ല. ഇപ്പോൾ അദ്ദേഹം ബി.ജെ.പിയുടെ ദേശീയ നേതാവാണ്, കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാവാണ്. ഇ.പി. ജയരാജൻ മന്ത്രിയല്ല, എൽ.ഡി.എഫിൻ്റെ കൺവീനറാണ്. അപ്പോൾ ഇവരും തമ്മിലുള്ള ചർച്ച ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക സ്വഭാവത്തിലുള്ളതല്ല. എന്താണ് ഇപ്പോൾ ഇ.പി. ജയരാജൻ അപ്പോയിൻമെൻ്റ് എടുക്കാതെ വാതിലിടിച്ച് കയറി പോയി എന്നൊക്കെ ഒന്ന് വിശ്വസിക്കേണ്ട, അതൊക്കെ വെറുതെ പറയുന്നതാണ്. അത് ഇ.പി. സമ്മതിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ദല്ലാൽ നന്ദകുമാർ മാത്രമാണ് പാപി, ശിവനുമായി ചേർന്നാൽ ശിവനെ പാപിയാക്കുന്ന പാപി ദല്ലാൽ നന്ദകുമാർ മാത്രമാണ്. ബി.ജെ.പിയുടെ ദേശീയ നേതാവുമായുള്ള ചർച്ച അത് കുഴപ്പമില്ലാത്ത ചർച്ചയാണ്, അല്ലെങ്കിൽ കാണൽ, അല്ലെങ്കിൽ സൗഹൃദം, അത് കുഴപ്പമില്ലാത്ത സൗഹൃദമാണെന്ന് ഇടതുപക്ഷ മുഖ്യമന്ത്രി പറയുന്നത് എങ്ങനെയാണ്? നിതിൻ ഗഡ്കരി. ഹാഷ്മി, ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നവരെ താങ്കളൊന്ന് കാത്തിരിക്കുമെന്ന് ഞാൻ 2 മിനിറ്റിൽ ഞാൻ അവസാനിപ്പിക്കാം. താങ്കൾക്ക് താങ്കളുടെ വാദങ്ങൾ പറയാം. നമുക്ക് ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം അടിസ്ഥാനപരമായ മനുഷ്യരാണല്ലോ. നമ്മൾ യാത്ര ചെയ്യാറുണ്ട്, ഹോട്ടലുകളിൽ താമസിക്കേണ്ടി വരും, ഫ്ലാറ്റിൽ ഒരു പരിപാടിക്ക് പോകുന്നുണ്ട്, എല്ലാം ഉണ്ടാവാം. ഇതിനിടയിൽ ഒരാൾ വന്ന് നമ്മളെ കാണുന്നു. ആ കാണുന്ന സംഭവത്തെയാണ് നിങ്ങൾ ചർച്ച നടത്തി എന്ന് ആവർത്തിച്ച് പറയുന്നത്. ചർച്ച നടത്തി എന്ന് ഇവിടെ അബിൻ വർക്കി പറഞ്ഞത് വസ്തുതാപരമായി ശരിയല്ല. 2 ദിവസം മുമ്പ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് രാമനിലയത്തിൽ വെച്ച് കണ്ടു, ദല്ലാൽ നന്ദകുമാർ പറയുന്നു, മറ്റൊരു തരത്തിൽ ആരോപണം നടത്തുന്നു. ഇതെല്ലാം പറയുമ്പോൾ അതിനെ ഇവിടെ ഈ ദേശീയ തലത്തിലുള്ള ചില നേതാക്കൾ വന്ന് കേരളത്തിലെ CPM-ന്റെ ഉന്നത നേതാക്കളുമായി വലിയ തരത്തിലുള്ള ചർച്ച നടത്തിയിട്ടുണ്ട്. അവർ ബി.ജെ.പിയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നെല്ലാം ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ പുകമറ ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഇ.പിക്കില്ലേ? ആ ഉത്തരവാദിത്വമാണ് ഇ.പി. നിർവഹിച്ചത്. പ്രകാശ് ജാവദേക്കർ എന്ന് പറയുന്ന മനുഷ്യൻ ഏത് സാഹചര്യത്തിൽ വന്നു? അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ മകന്റെ ഫ്ലാറ്റിൽ വന്നു, കണ്ടു, പറഞ്ഞപ്പോൾ എന്താണ് മറുപടി പറഞ്ഞത് എന്നുള്ളതും പറഞ്ഞു. ഇവിടെ അബിൻ വർക്കിയുടെയും അതുപോലെ തന്നെ ബി.ജെ.പിയുടെ നേതാവ് കൂടെ പറഞ്ഞത് എന്താ? വാദങ്ങൾ പറഞ്ഞത് എന്താ? ബി.ജെ.പി എന്ന് പറയുന്നത് ഈ രാജ്യത്തിനകത്ത് രാഷ്ട്രീയ നേതാക്കളെ ഇത്തരത്തിൽ ചാക്കിലാക്കാൻ പറ്റുമോ എന്ന് നോക്കി അവരുടെ കയ്യിലുള്ള വലിയ അഴിമതി പണവും അവരുടെ അധികാരത്തിന്റെ പല സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ നേരത്തെ പറയുമ്പോൾ താങ്കൾ അത് പറയാൻ അനുവദിച്ചില്ല. അമിത്ഷായെ കാണാൻ നേരത്തെ ത്രിപുരയിൽ നിന്നുള്ളൊരു MP, വനിതാ MP പോയി. അമിത്ഷായെ കാണാൻ വേണ്ടി പോകുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിലാണ്. അങ്ങനെ പോകുമ്പോൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആ കാര്യമൊക്കെ മാറ്റിവെക്കൂ, നിങ്ങൾ ബി.ജെ.പിയിലേക്ക് വരാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് മുഖമടച്ചാട്ടിയിട്ടാണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. നമ്മുടെ രാജ്യം ചർച്ച ചെയ്തതല്ലേ? ഈ രാജ്യത്തിനകത്ത് ഇപ്പോ ബി.ജെ.പി CPM-ന്റെ ജനറൽ സെക്രട്ടറിക്ക് ക്ഷണക്കത്തയക്കുന്നു. ഒരു രാഷ്ട്രീയ പരിപാടിയായി രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ കർമ്മത്തിന് രാഷ്ട്രീയമായി ഉപയോഗിക്കുമ്പോൾ ആ കത്ത് CPM-ന്റെ ഓഫീസിലേക്ക് അയക്കുന്നു. നിങ്ങൾ നാളെ പറയോ CPM-ലേക്ക് ബി.ജെ.പിയിലേക്ക് ക്ഷണിക്കാൻ അയച്ച ക്ഷണക്കത്താണ് എന്ന് ആഷ്മി വാദിക്കുവോ? ആ ക്ഷണക്കത്ത് കിട്ടി ഒന്ന് പൊട്ടിച്ചു നോക്കേണ്ട ആവശ്യം CPM-ന് വന്നില്ല. ഞങ്ങളില്ല എന്ന് പറയാൻ. എന്നാൽ കോൺഗ്രസ് അതാണോ നിലപാട്? ആ കത്ത് വന്നപ്പോൾ എത്ര ആഴ്ച എടുത്തു കോൺഗ്രസ് അതിലൊന്ന് മറുപടി പറയാൻ? ഇപ്പോ ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ, മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നത് എന്ന് RSS തന്നെ സമ്മതിക്കുന്നു. RSS-ഉം ബി.ജെ.പിയും നേതാവാണ് പ്രകാശ് ജാവദേക്കർ അല്ലേ? അതിനെതിരായി പറയാൻ പോലും RSS-ന്റെ ഒരു നേതാവല്ലേ പ്രകാശ് ജാവദേക്കർ? നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. ഇപ്പോ മനുഷ്യയുക്തി വരുന്നത് അങ്ങനെയല്ല, അങ്ങനെയല്ല സർ, അങ്ങനെയല്ല ആവർത്തിച്ചുണ്ടാക്കാൻ നോക്കുന്നത് അങ്ങനെയല്ല സർ. പ്രകാശ് ജാവദേക്കർ താങ്കൾ ഈ പറയുന്ന റിഗ്രസീവ് നയങ്ങളുടെ ഭാഗമായി RSS-ന്റെ നേതാവല്ലേ? RSS-ന്റെ നേതാവ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകാരനാവുകയും ദല്ലാൽ നന്ദകുമാർ മാത്രം വെറുക്കപ്പെട്ടവനും പാപിയുമാവുകയും ചെയ്യുന്ന യുക്തി എന്താണ്? അങ്ങനെയെങ്കിൽ ഈ പറയുന്ന മനുഷ്യനെന്ന് വെച്ചാൽ ദല്ലാൽ നന്ദകുമാർ മനുഷ്യനല്ലേ? എല്ലാ മനുഷ്യർ തുല്യരായി കാണുന്ന എന്താണ് സമശീർഷ ഭാവമാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSS-ന്റെ നേതാവാണല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ടാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സംസാരിക്കേണ്ട കാര്യമില്ലേ? സാർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണത്. MP-മാർ RSS-കാരാണല്ലോ. സാർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണത്. അതാണ് ആഷ്മി, നിങ്ങൾ അതിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണത്. പ്രകാശ് ജാവദേക്കർക്ക് അങ്ങനെ ഔദ്യോഗികമായി ഒരു പണിയുമില്ല. ഇപ്പോ പ്രകാശ് ജാവദേക്കറുടെ പണി ബി.ജെ.പിയുടെ കേരളത്തിലെ വളർച്ചയുണ്ടാക്കലാണ്, CPM-നെ തകർക്കലാണ്, കോൺഗ്രസിനെ തകർക്കലാണ്. അയാളുമായുള്ള സൗഹൃദം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കുഴപ്പമില്ല. പ്രശ്നമുണ്ട് നിതിൻ, അതിലൊരു പ്രശ്നമുണ്ട്. ആഷ്മി, സൗഹൃദമുണ്ട് എന്ന് എവിടെയാണ് പറഞ്ഞത്? മുഖ്യമന്ത്രി നിങ്ങളോട് പറഞ്ഞോ? ഇ.പി. പറഞ്ഞോ? ആഷ്മി, നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ചർച്ചയിൽ നിങ്ങളൊരു അവതാരകൻ എന്ന നിലയിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറയാം. നിങ്ങൾക്ക് ഇ.പി. ജയരാജൻ എടുക്കാം, പിണറായി കുറച്ചുകൂടി അങ്ങനെ പറഞ്ഞോ? മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞോ? ഇ.പി. അങ്ങനെ പറഞ്ഞോ? മനുഷ്യനെ കാണുന്നതും പരിപാടി അല്ലെങ്കിൽ ഒരു ചടങ്ങിൽ ഏതെങ്കിലും ചടങ്ങിൽ വെച്ചല്ല,
ഇ പി ജയരാജൻ താമസിക്കേണ്ടത് എവിടെയാണ്? ഒരൊറ്റ മിനിറ്റ്. ഇ പി ജയരാജൻ താമസിക്കേണ്ടത് എവിടെയാണ്? നമ്മുടെ AK സെന്ററിന് താഴെയുള്ള ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് താമസിക്കേണ്ടത്, സെക്രട്ടേറിയറ്റ് അംഗം എന്നുള്ള നിലയ്ക്ക്. ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ മകന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് മകന്റെ ഫ്ലാറ്റിൽ പോകുമ്പോൾ അവിടെ ഇ പി ജയരാജൻ ഉണ്ടെന്ന് പ്രകാശ് ജാവദേക്കർ അറിയുന്നത് എങ്ങനെയാണ്? ഒരു അപ്പോയിന്റ്മെന്റും ഇല്ലാതെ, നേരത്തെ ഒന്നും അറിയിക്കാൻ, നേരെ അങ്ങ് പോയി വീട്ടിൽ ചവിട്ടി കയറിയെന്ന് വിചാരിക്കണോ പ്രകാശ് ജാവദേക്കർ? സർ, പ്രകാശ് ജാവദേക്കർ ഒരു മുൻ കേന്ദ്രമന്ത്രിയാണ് സർ. പ്രകാശ് ജാവദേക്കർ കേരളത്തിന് ചുമതലയുള്ള തലവനാണ് സർ. ഒരു പണിയില്ല ദീപയുടെ വീട്ടിൽ പോയി കയറുന്ന വിചാരിക്കണോ സൗഹൃദം പുതുക്കാൻ, അല്ല ചായ കുടിക്കാൻ? ഇതൊക്കെ ആരോട് പറയുന്നതാണ് നിതിൻ? സാമാന്യ യുക്തിക്ക് പറയണ്ടേ? ആഷ്മി ഒരൊറ്റ മിനിറ്റ്. ആഷ്മി ഏത് വേണമെങ്കിൽ ആഷ്മിയുടെ ഏത് വാദവും പറഞ്ഞോളൂ. ഞാൻ അതിനെ പൂർണ്ണമായി എല്ലാത്തിനെയും ഖണ്ഡിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. നിങ്ങൾ പ്രകാശ് ജാവദേക്കറുടെ ഇപ്പോഴത്തെ പണി എന്താണെന്ന് ആഷ്മി തന്നെ പറഞ്ഞല്ലോ. BJPയുടെ കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാൾ ആ പദവി ഉപേക്ഷിച്ച് മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയിലും RSS നിലയിലും BJP എന്നുള്ള നിലയിലും ഇത്തരത്തിലുള്ള ചാക്കിട്ടുപിടുത്തം നടത്താൻ രാഷ്ട്രീയ തൊഴിലായി ഉത്തരവാദിത്തമായി കൊണ്ടുനടക്കുന്ന ഒരാളാണ്. അതാണ് അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനം. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇ പിയെ കാണാൻ വന്നത് പിണറായിക്ക് പ്രശ്നമല്ലാത്ത എന്താണെന്നാണ് ചോദ്യം. ആ ചാക്കിട്ടുപിടുത്തം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇ പിയെ കാണാൻ വന്ന പ്രകാശ് ജാവദേക്കറെ കണ്ടത് പിണറായിക്ക് ഒരു പ്രശ്നമല്ലാത്തത് എന്താണ്? പിണറായിക്ക് ദല്ലാൽ നന്ദകുമാർ മാത്രം പാപിയാവുന്നത് എങ്ങനെയാണ് നിതിൻ? പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്നേ പറഞ്ഞുള്ളൂ. പ്രകാശ് ജാവദേക്കറെ കണ്ടു. ഞാനത് പറയുന്നത് വീണ്ടും വീണ്ടും ആഷ്മി അത് എന്തോ ബോധപൂർവമുള്ളൊരു ശ്രമം പോലെ അത് നിങ്ങൾ നിരാകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഷ്മി ഇ പിയെ കണ്ടു എന്നും ഒരു ചർച്ചയും നടന്നിട്ടില്ല. രാഷ്ട്രീയം പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അത് വേണ്ട എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ജയരാജ് ഈ സഖാവ് ഇ പിക്ക് ദല്ലാളും അല്ലെങ്കിൽ ഈ നന്ദകുമാറോ ഇത്തരത്തിലുള്ള ആളുകളുമായി ഏതെങ്കിലും ഒരു സൗഹൃദം, അതാണല്ലോ ഇവിടെ നിങ്ങളിപ്പോൾ പറഞ്ഞത്. ആ സൗഹൃദത്തിൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഇ പിക്ക് ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതാണ് മുഖ്യമന്ത്രി. ഇവിടെ അത് പറയാനുണ്ടായ മുഖ്യമന്ത്രി ജാവദേക്കറുമായുള്ള സന്ദർശനത്തിൽ ജാഗ്രത കുറവുണ്ടായ കാര്യമല്ല പറഞ്ഞത്. നേതാവിനെ കാണുന്നത് എന്തുകൊണ്ടാണ് കുഴപ്പം? ഇല്ല, മുഖ്യമന്ത്രി ജാവദേക്കർ RSSന്റെ നേതാവ് വന്ന് കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ ആഷ്മി പറയുന്നത് എന്താ? ജാവദേക്കർ വീട്ടിന്റെ മുമ്പിലേക്ക് വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയുന്നത്? സർ, ജാവദേക്കർ വിളിക്കുമ്പോ ജാവദേക്കർ ഇ പി ജയരാജനെ കാണാൻ വിളിക്കില്ലേ? ഒറ്റ മിനിറ്റ്. ഇ പി ജയരാജൻ ജാവദേക്കറെ കാണാൻ വിളിക്കില്ലേ? ഇ പി ജയരാജന് അത്രയ്ക്ക് രാഷ്ട്രീയ ബോധ്യമില്ല. ജാവദേക്കർ ചാക്കുമായുള്ള വരവാണെന്ന് മനസ്സിലാക്കുന്ന രാഷ്ട്രീയ ബോധ്യമില്ലേ? ഇങ്ങോട്ടേക്ക് തൽക്കാലം വരണ്ട, നമുക്ക് കാണണമെങ്കിൽ നമുക്കൊരു പൊതുവിടത്ത് കാണാം എന്ന് പറയാനുള്ള മര്യാദ ഇടതുപക്ഷക്കാരനായി ഇ പി കാണിക്കണം സർ. അതിനാണ് സർ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത്. നോക്കൂ, അതൊരു രഹസ്യ കേന്ദ്രമല്ല. എത്രയോ ആളുകൾ താമസിക്കുന്ന, നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന, ചുറ്റിലും CCTV ഉള്ള വലിയ സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള ഒരു ഫ്ലാറ്റിൽ നിങ്ങൾ പറയുന്നത് രഹസ്യ കേന്ദ്രത്തിൽ ഞാനുള്ള എന്റെ ഒരു പ്രൈവറ്റ് സ്പേസിൽ RSS ഒരു ചർച്ചയ്ക്ക് എനിക്ക് താല്പര്യമില്ല. ഇ പിയുടെ മകൻ താമസിക്കുന്ന ഞാനെന്ന് പറഞ്ഞാൽ ഇ പി എന്ന് പറഞ്ഞാൽ ആരാണ്? CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമുള്ള സർ. ഒരു മിനിറ്റ് സർ, ഇ പി വ്യക്തിയല്ലല്ലോ. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമുള്ള LDFന്റെ കൺവീനറുള്ള ഒരു ഫ്ലാറ്റിൽ RSSകാരൻ, ഒരു RSS നേതാവ് ഇങ്ങോട്ടേക്ക് വന്ന് എന്നെ കാണണ്ട എന്ന് പറയുന്നതിന് രാഷ്ട്രീയ ബോധ്യം എന്ന് പറയും. അത് ഇ പിക്ക് ഇല്ലാതെ പോയി. ഇടത് രാഷ്ട്രീയ ബോധ്യം എന്ന് പറയും. അതിനെ ഇ പിക്ക് ഇല്ലാതെ പോയി, പിണറായിക്കും ഇല്ലാതെ പോകുന്നു ഇപ്പോ. ആഷ്മിയുടെ വാദം ഞാൻ പറഞ്ഞ ആ വാദം ആഷ്മി പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ വെച്ച് RSSകാരനായ ഒരാൾ കണ്ടു. അയാളെ കണ്ടാൽ ഒന്ന് വിഷ് ചെയ്തു. അദ്ദേഹത്തെ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ അതിഥി എന്നുള്ളതിൽ ഒരുപക്ഷെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവാം, ചായ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവാം, രാഷ്ട്രീയം പറയണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അയാൾ പോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നതിന് പകരം നിങ്ങൾ CPMന്റെ മതനിരപേക്ഷമായ നിലവിൽ കേരളത്തിലെ ജനം അംഗീകരിച്ചിട്ടുള്ള ഞാനത് പറഞ്ഞല്ലോ, CPMനെ രാഷ്ട്രീയമായി എതിർക്കുന്ന ആളുകൾ പോലും BJPയുമായി RSSുമായി സന്ധി ചെയ്യാത്ത ഏക പാർട്ടി CPM ആണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ CPMനെ പല കാര്യത്തിലും ആക്രമിക്കാൻ വേണ്ടി അതാണ് ഞാൻ പറഞ്ഞത്. ജൂൺ 4 വോട്ട് മുഴുവൻ പെട്ടിയിലായല്ലോ. നമുക്കറിയാം ശരി, ഞാൻ അറിയാം.